The bodies. Good evening all. നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? സൗണ്ട് ഓഡിബിൾ ആണോ? ഹലോ, ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറഞ്ഞോ. ഓക്കെ, അപ്പൊ നമുക്ക് കഴിഞ്ഞ 2 ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് പോകാമായിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോട്ട്സ് കണ്ടതിനകത്തോ അല്ലെങ്കിൽ ക്ലാസ്സിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് കമന്റ് ചെയ്താല് ആരും മിണ്ടാതിരുന്ന എനിക്ക് അറിയില്ലല്ലോ. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡൗട്ട്സ് ഒന്നും ഇല്ലെന്നാണോ? ഇല്ല സർ. സർ സ്റ്റാർട്ട് ചെയ്യാം സർ. ഓക്കെ. സോ നമ്മളിന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഔട്ടേൺ ഓഫ് ലേബർ ഓർ ടാസ്ക് വർക്ക് എന്ന് വെച്ചാൽ ഒരു ലേബർ ഒരു ദിവസം എത്ര ക്വാണ്ടിറ്റി വർക്ക് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു ലേബർ ഒരു വർക്കർ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഓർഡിനറി സോയിൽ. ഓർഡിനറി സോയിൽ ആണെങ്കിൽ 3 m³ ഓഫ് വർക്ക് ആണ് ഒരു ദിവസം ഒരു വർക്കർ പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഡേറ്റ ബുക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഓർഡിനറി സോയിൽ 3 m³ ഓഫ് വർക്ക് ആണ് ഒരു ദിവസം ഒരു ലേബർ ചെയ്യേണ്ടത്. ഈ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഹാർഡ് സോയിൽ ആണെങ്കിൽ 2 m³ ഓഫ് വർക്ക് ആണ് പെർഫോം ചെയ്യേണ്ടത്. ഈ റോക്കി സോയിൽ ആണെങ്കിൽ 1 m³ ഓഫ് വർക്ക്. അപ്പോൾ 3 m³ 2 m³ ആൻഡ് 1 m³ ഓഫ് വർക്ക്. 3 m³ ഓർഡിനറി സോയിൽ, 2 m³ ഹാർഡ് സോയിൽ, 1 m³ റോക്കി സോയിൽ. ഇനി 2.5 സെന്റിമീറ്റർ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിലാണെങ്കിൽ 7.5 m³ ഓഫ് വർക്ക് ഒരു ദിവസം പെർഫോം ചെയ്യണം.
ഹാഫ് ബ്രിക്ക് പാർട്ടീഷൻ വാൾ ആണെങ്കിൽ 5 m³ ഓഫ് വർക്കാണ് ഒരു ദിവസം ആ വർക്കർ ചെയ്യേണ്ടത്. ഈ സിമെന്റ് കോൺക്രീറ്റ് 1:2:4 റേഷ്യോയിലുള്ള സിമെന്റ് കോൺക്രീറ്റ് മിക്സ് ആണെങ്കിൽ 5 m³ ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ആണ് ഒരു ദിവസം ഒരു വർക്കർ ചെയ്യേണ്ട ഡ്യൂട്ടി. ഇനി നെക്സ്റ്റ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. അപ്പൊ സൂപ്പർ സ്ട്രക്ചറിൽ ഒരു ലേബർ ഒരു ദിവസം ചെയ്യേണ്ട വർക്ക് 1 m³ ആണ്. റാൻഡം റബിൾ മേസണറി ആണെങ്കിൽ 1 m³ ഓഫ് വർക്ക് പെർ ഡേ. ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ 1.25 m³. ഇനി റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ആണെങ്കിൽ 1 m³ ഓഫ് വർക്ക്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക് ആണെങ്കിൽ 3 m³. ആൻഡ് പ്ലാസ്റ്ററിംഗ് 12 mm പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ 8 m² വർക്ക് ആണ് ഒരു ദിവസം ഒരു വർക്കർ ചെയ്യേണ്ടത്. സോ അനാലിസിസ് ഓഫ് റേറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് സിമെന്റ് കോൺക്രീറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് പ്ലാസ്റ്ററിംഗ്. ഇപ്പൊ പ്ലാസ്റ്ററിംഗിന്റെ അനാലിസിസ് ഓഫ് റേറ്റ്സ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോ പ്ലാസ്റ്ററിംഗ് 12 mm തിക്നെസ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമ്മുടെ ഡേറ്റാ ബുക്കിൽ നിന്ന് എടുത്തിരിക്കുന്ന വാല്യൂസ് ആണ്. അപ്പോൾ പ്ലാസ്റ്ററിംഗ് 12 mm തിക്നെസ്സിൽ പ്ലാസ്റ്ററിംഗ് കൊടുക്കുവാണ്. 1:3 റേഷ്യോ. 1:3 റേഷ്യോ എന്ന് വെച്ചാൽ 1 പാർട്ട് ഓഫ് സിമെന്റ് ആൻഡ് 3 പാർട്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ 1:3 സിമെന്റ് റേഷ്യോയിലാണ് നമ്മൾ പ്ലാസ്റ്ററിംഗിന്റെ തിക്നെസ് പ്രൊവൈഡ്. 1:3 സിമെന്റ് റേഷ്യോയിലാണ് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും എടുക്കുന്നത്. 12 mm തിക്നെസ് ആണ് പ്ലാസ്റ്ററിംഗ്. അങ്ങനെയാണെങ്കിൽ ഫോർ പ്ലാസ്റ്ററിംഗ് 10 m² പ്ലാസ്റ്ററിംഗിന് 0.14 m³ സാൻഡ് ആയിരിക്കും റിക്വയർഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. 1:3 സിമെന്റ് സാൻഡ് റേഷ്യോയിലാണ് 12 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നതെങ്കിൽ ഫോർ 10 m² പ്ലാസ്റ്ററിംഗ് നമ്മുടെ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് 0.14 m³ ആയിരിക്കും. അപ്പൊ ആ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എഴുതാൻ പറ്റും. സാൻഡിന്റെ ക്വാണ്ടിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ. സിമെന്റിന്റെ ക്വാണ്ടിറ്റി ആണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇനി 1.4 ആണ് സിമെന്റ് സാൻഡ് റേഷ്യോ എങ്കിൽ നമ്മുടെ 10 m² പ്ലാസ്റ്ററിങ്ങിനുള്ള റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് 0.15 m³. ഇനി 1.5 ആണെങ്കിലും നമുക്ക് സാൻഡിന്റെ ക്വാണ്ടിറ്റി സെയിം ആണ്, 0.15 m³ ഓഫ് സാൻഡ് ഫോർ പ്ലാസ്റ്ററിംഗ് 10 m². ഇനി 15 mm തിക്നെസ്സിനും ഡേറ്റാ ബുക്കിൽ വാല്യൂ ഉണ്ട്. അപ്പൊ ഡേറ്റാ ബുക്കിൽ 1:3 സിമെന്റ് സാൻഡ് റേഷ്യോയ്ക്ക് ഫോർ പ്ലാസ്റ്ററിംഗ് 10 m², the required quantity of sand is 0.15 m³ of sand. അപ്പോൾ 1:3 സിമെന്റ് സാൻഡ് റേഷ്യോയിലാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് പെർഫോം ചെയ്യുന്നത്. ഫോർ 15 mm thickness plastering, the required quantity of sand for 10 m² of plastering is 0.15 m³. ഇനി 1:4, 1:5 and 1:6 ആണെങ്കിൽ required quantity of sand for 10 m² plastering is 0.165 m³. 0.165 m³ of sand ആണ് required quantity. ഇപ്പൊ നമുക്ക് 12 mm തിക്നെസ്സും 15 mm തിക്നെസ്സും ആണ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ ബുക്കിൽ നിന്ന് വാല്യൂസ് എഴുതാം. ഇനി ഇതല്ല, ഇപ്പൊ 20 mm തിക്നെസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇപ്പോ നമ്മൾ വാട്ടറുമായിട്ടൊക്കെ മിക്സ് ചെയ്യുമ്പോൾ there will be a volume shrinkage. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും കറക്റ്റ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യാനോ കോൺക്രീറ്റ് ചെയ്യാനോ തികയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന ഡ്രൈ വോളിയം ഫാക്ടർ ആണ് 1.33. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺക്രീറ്റിങ്ങിന് എടുത്തത് 1.52 ആണ് എടുത്തത്. അപ്പൊ ഇവിടെ ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ സിമെന്റ് കോൺക്രീറ്റ്, ഫോർ സിമെന്റ് മോട്ടാർ, സോറി സിമെന്റ് കോൺക്രീറ്റ് അല്ല, സിമെന്റ് മോട്ടാർ 1.33 ആണ് എടുത്തിരിക്കുന്നത്. സോ ഞാൻ ഒരു പ്രോബ്ലം കാണിച്ചു തരാം. അപ്പോ ഫോർ പ്ലാസ്റ്ററിംഗ് വിത്ത് സിമെന്റ് മോട്ടാർ 1:4, 12 mm thick one coat plastering ആണ് ചെയ്യുന്നത്. The cement required for 10 m². അപ്പോൾ നമുക്ക് ഇവിടെ പ്ലാസ്റ്ററിങ്ങിന്റെ റേഷ്യോ 1:4 ആണ്. 12 mm തിക്നെസ് പ്ലാസ്റ്ററിംഗ് ആണ്. കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി എത്രയാണ്? 10 m² ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടാബുലർ കോളത്തിൽ പറഞ്ഞിരുന്നു ഫോർ 1:4 സിമെന്റ് സാൻഡ് റേഷ്യോയില്
റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് സാൻഡ് നമുക്കറിയാം എത്രയാണ് 0.15 m³ ഓഫ് സാൻഡ് ആണ് 10 m² പ്ലാസ്റ്ററിങ്ങിന് വേണ്ടത് ഫോർ 12 mm തിക്നെസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് സാൻഡ് അല്ല, പകരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് സിമെന്റ് ആണ്. അപ്പോൾ ഈ വാല്യൂ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 1:4 സിമെന്റ് സാൻഡ് റേഷ്യോയിൽ സാൻഡിന്റെ ക്വാണ്ടിറ്റി വേണ്ടത് 0.15 m³ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സിമെന്റ് സാൻഡ് റേഷ്യോ, അപ്പോൾ 1/4, 1 പാർട്ട് ഓഫ് സിമെന്റ് ഡിവൈഡഡ് ബൈ 4 പാർട്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റ് ആണ് ബേസ് വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. 1 എന്ന് വെച്ചാൽ 1 പാർട്ട് ഓഫ് സിമെന്റ് ഡിവൈഡഡ് ബൈ 4 എന്ന് വെച്ചാൽ ഫൈൻ അഗ്രിഗേറ്റിന്റെ റേഷ്യോ 1/4. ഇനി 0.15 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമുക്ക് ഫൈൻ അഗ്രിഗേറ്റിന്റെ വാല്യൂ ഫോർ പ്ലാസ്റ്ററിങ് 10 m². അപ്പൊ ആ വാല്യൂ ആണ് 0.15. അപ്പോൾ 1/4 into 0.15 ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ഇൻ m³ കിട്ടും. നമ്മളത് കിലോഗ്രാമിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു 1440. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 kilograms. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായിട്ടുണ്ടോ എല്ലാവർക്കും? പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ മനസ്സിലായി സർ. ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്യെങ്കിലും ചെയ്തെങ്കിൽ എനിക്ക് മനസ്സിലായനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന്. മിണ്ടാതിരുന്ന നല്ല ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആണ് സർ. ഓക്കെ, എങ്കില് സോ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് സെയിം തന്നെ സിമെന്റ് ആൻഡ് മോട്ടർ ആണ്, പ്ലാസ്റ്ററിംഗ് ആണ്. 1:4 റേഷ്യോ ആണ്, പക്ഷേ 20 mm തിക്ക് കോട്ട് പ്ലാസ്റ്ററിംഗ് ആണ്. 20 mm തിക്ക് കോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ ബുക്കിൽ വാല്യൂസ് ഇല്ല. ഡേറ്റ ബുക്കിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് 12 mm തിക്നെസ്സിനും ഉണ്ട്, 15 mm തിക്നെസ്സിനുമേ ഡേറ്റ ബുക്കിൽ വാല്യൂ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ സിമെന്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് കോൺക്രീറ്റിൽ, അതേ പ്രൊസീജിയർ ഇവിടെ അഡോപ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണ്, 1:4 ആണ് റേഷ്യോ. അപ്പോ 1 ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ചാൽ സിമെന്റിന്റെ റേഷ്യോ ഡിവൈഡഡ് ബൈ സം ഓഫ് പാർട്ട്. സം ഓഫ് പാർട്ട് എന്ന് പറയുമ്പോൾ 1 + 4 ദാറ്റ് ഈസ് 5. 1 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാളിന്റെ തിക്നെസ് എത്രയാണ്, 20 mm തിക്നെസ് ആണ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 20 എന്ന് പറഞ്ഞത് മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി എല്ലാം എടുക്കുന്നത് മീറ്റേഴ്സിലാണ്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ അത് മീറ്ററിലേക്കായി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ 1.33 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1.33. അപ്പോൾ നമ്മൾ അഡീഷണൽ ഡ്രൈ വോളിയം ഫാക്ടർ ഡ്രൈ വോളിയം ഫാക്ടർ ഫോർ സിമെന്റ് മോട്ടാർ 1.33 ആണ്. അപ്പോൾ 1.33 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർ 1 m². അപ്പോൾ ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 1 m² ക്വാണ്ടിറ്റി കിട്ടും. 1/5 into 20 by 1000 into 1.33 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 m² പ്ലാസ്റ്റർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ആണ്. ഇനി ഇതിന്റെ കൂടെ എന്ത് ചെയ്തു, ഇൻറ്റു 10 ചെയ്യുമ്പോൾ 10 m² പ്ലാസ്റ്റർ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി കിട്ടും. ഈ ഇപ്പം കിട്ടുന്ന വാല്യൂ മീറ്റർ ക്യൂബിലായിരിക്കും. അതിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഡെൻസിറ്റി ഓഫ് സിമെന്റ് ആണ് 1440 kg/m³. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 76.6 kilograms. മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് 12ഉം 15ഉം അല്ല, അതല്ലാതെ വേറൊരു തിക്നെസ് ആണ് തരുന്നതെങ്കിൽ എങ്ങനെയാണ് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി സർ. ഓക്കെ,
സോ നെക്സ്റ്റ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു എം ക്യൂബിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ടാവും. 1 എം ക്യൂബിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ടെന്നാണ് പഠിച്ചിട്ടുള്ളത്? 500. 500 നമ്പർ ഓഫ് ബ്രിക്സ്. ഈ 500 നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്. ഈ അതിനകത്ത് 1 എം ക്യൂബില് ബ്രിക്സ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം ആണ് 0.769 മീറ്റർ ക്യൂബ് ആണ് ബ്രിക്സ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം. ഇനി അതിനകത്ത് വരുന്ന മോട്ടർ ആണ് 0.23 മീറ്റർ ക്യൂബ് മോട്ടർ. അപ്പോൾ 1 എം ക്യൂബിൽ 500 നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്. ഇനി 500 നമ്പർ ഓഫ് ബ്രിക്സ് എത്ര വോളിയത്തിലാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.769 എം ക്യൂബ് വോളിയത്തിലാണ് ബ്രിക്ക് ഒക്കുപ്പൈ ചെയ്യുന്നത്. മോട്ടർ ആണെങ്കിൽ 0.23 മീറ്റർ സ്ക്വയറിലാണ് മോട്ടാർ ഒക്കുപ്പൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. In the analysis of rate, the quantity of dry mortar for 10 m cube brickwork is taken as. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മോട്ടർ ഫോർ 10 m cube brickwork. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഡ്രൈ മോട്ടർ ഫോർ 10 m cube brickwork നമ്മൾ 1 m ക്യൂബിൻ്റെത് എഴുതിയിട്ടുണ്ട് ഡേറ്റാ ബുക്കിൽ നിന്ന്. 1 m ക്യൂബ് ആണെങ്കിൽ സാൻഡിന്റെ ക്വാണ്ടിറ്റി 0.23 ആണ്. അപ്പൊ മോട്ടാറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് സാൻഡിന്റെ ക്വാണ്ടിറ്റി ആണ്. അതും കൂടെ ഓർത്തിരിക്കുക. 1 എം ക്യൂബിന് സാൻഡിന്റെ ക്വാണ്ടിറ്റി 0.23. അപ്പോൾ നമുക്ക് 10 എം ക്യൂബ് ആണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു? 0.23 × 10 കൊടുത്തു. ഇനി ഇതിന്റെ കൂടെ നമ്മൾ 1.33 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഡ്രൈ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ 0.23 ഇൻറ്റു ചെയ്യുമ്പോൾ 10 എം ക്യൂബ് കിട്ടും. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് പ്ലാസ്റ്ററിങ് മോട്ടാർ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇൻറ്റു ഡ്രൈ വോളിയം ഫാക്ടറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു 1.33. സോ ആൻസർ 3.059 മീറ്റർ ക്യൂബ്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി സർ. So next RR masonry, random rubble masonry. അപ്പോൾ random rubble masonry for 1 m cube. 1 m cube rubble stone 1.25 m cube ആണ് എടുക്കേണ്ടത്. സാൻഡ് 0.3 m cube. 1 m cube random rubble masonry ചെയ്യാൻ സ്റ്റോൺ എടുക്കേണ്ടത് 1.25 m cube ആണ്. അത് കണക്കിന് സാൻഡ് 0.3 m cube. 1 m ക്യൂബ് റാൻഡം റബിൾ മേസണറിക്ക് 1.25 m ക്യൂബ് എടുക്കാൻ കാരണം നമുക്ക് അതിനകത്ത് ഒരുപാട് വേസ്റ്റേജസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അത്രയും എക്സ്ട്രാ ക്വാണ്ടിറ്റീസ് അതിനകത്ത് നിന്ന് എടുക്കുന്നത്. സോ ഇതൊരു പ്രോബ്ലം ആണ്. ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് റിക്വയർഡ് ഫോർ 1 ക്യൂബിക് മീറ്റർ ഓഫ് റാൻഡം റബിൾ മേസണറി 1:8 സിമെന്റ് മോട്ടാർ. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഡേറ്റാ ബുക്കിൽ സിമെന്റിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടായില്ല. നമുക്കറിയാവുന്ന വാല്യൂ എന്താണ്? നമുക്ക് സാൻഡിന്റെ വാല്യൂ ആണ് നമുക്കറിയാവുന്നത്. സിമെന്റിന്റെ വാല്യൂ അറിയില്ല. സാൻഡിന്റെ വാല്യൂ 0.3 മീറ്റർ ക്യൂബ് ആണ് ഡേറ്റാ ബുക്കിൽ നിന്നുള്ള വാല്യൂ ആണ്. സ്റ്റോണിന്റെ എടുക്കേണ്ടത് 1.25 m ക്യൂബ് ആണ്. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. റേഷ്യോ കൊടുത്തിട്ടുണ്ട് 1:8 സിമെന്റ് സാൻഡ് റേഷ്യോ. അപ്പൊ എന്ത് ചെയ്യാണ്? 1 divided by 8. 1 part of cement divided by 8 part of sand. ഇനി ആ സാൻഡിന്റെ വാല്യൂ ആണ് എന്ത്? 0.3 എന്നുള്ളത്. 0.3. അപ്പോൾ 1/8 × 0.3 ചെയ്യുമ്പോൾ നമുക്ക് മീറ്റർ ക്യൂബിലായിരിക്കും നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് സിമെന്റ് കിട്ടുന്നത്. ആ ക്വാണ്ടിറ്റി ഓഫ് സിമെന്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡെൻസിറ്റി ഓഫ് സിമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1440 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ആൻസർ 54 കിലോഗ്രാം. 54 kilograms. ക്ലിയർ ആണോ എല്ലാവർക്കും? അതെ സർ. ക്ലിയർ ആണ് സർ. ഇനി എസ്റ്റിമേഷനകത്ത് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ്സിന്റെ ലെങ്ത് ചോദിക്കാറുണ്ട്. അപ്പോ 8 mm ബാറിന് 1 മീറ്റർ ലെങ്തിലുള്ള വെയിറ്റ് എത്രയാന്നൊക്കെ ചോദിക്കാറുണ്ട്.
അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഞാൻ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞു തന്നായിരുന്നു. ഇപ്പോൾ 8 mm, 12 mm, 16 mm ബാർസിന്റെ പെർ മീറ്റർ ലെങ്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് d സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അപ്പോൾ 8 mm ബാറിന്റെ കിലോഗ്രാം പെർ മീറ്റർ ആണ് ചോദിക്കുന്നതെങ്കിൽ 8 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ 10 mm ബാർ ആണ് ചോദിക്കുന്നതെങ്കിൽ 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. 12 mm ബാർ ആണെങ്കിൽ 12 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അങ്ങനെയാണ് നമ്മളത് സോൾവ് ചെയ്യേണ്ടത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാ ബാർസിന്റെയും പെർ മീറ്റർ ലെങ്തിലുള്ള കിലോഗ്രാം പെർ മീറ്ററിലുള്ള വെയിറ്റ് അത് പഠിച്ചു വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. 8 mm ബാറിന്റെ വെയിറ്റ് എത്രയാണ്, 10 mm ബാറിന്റെ വെയിറ്റ് എത്രയാണ്, ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വാല്യുവേഷൻ ആണ്. വാല്യുവേഷൻ. അപ്പോൾ എസ്റ്റിമേഷനകത്ത് എല്ലാ ടോപ്പിക്സും ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തത് വാല്യുവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. So, okay, next moving on to valuation. എന്താണ് വാല്യുവേഷൻ? ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അല്ലെങ്കിൽ വാല്യുവേഷൻ ഒക്കെ വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതിന്റെ വില. ഓക്കെ, ഇപ്പോ എൻ്റെ കയ്യിൽ ഒരു 10 സെന്റ് വസ്തുവുണ്ട്. ആ 10 സെന്റ് വസ്തുവിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ആ ബിൽഡിംഗ് ഞാൻ റെന്റിന് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഞാൻ ആ ബിൽഡിംഗ് വിൽക്കുവാണ്. ബിൽഡിംഗ് മാത്രമല്ല, ബിൽഡിംഗും വസ്തുവും കൂടെ വിൽക്കുവാണ്. അപ്പൊ ആ കേസിലൊക്കെ എന്തറിയണം? ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് വാല്യൂ ഒക്കെ അറിയണം. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. വാല്യുവേഷൻ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ പ്രസന്റ് വാല്യൂ എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. So valuation, it's a technique of estimating or determining the fair price or value of a property. So determining the fair price or value of a property. So നമുക്ക് എന്ത് സാധനങ്ങളുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ഫാക്ടറീസ് ആകാം, അത് കണക്ക് തന്നെ ലാൻഡ് ആകാം, അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിന്റെ പ്രസന്റ് വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ പ്രസന്റ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ സെല്ലിംഗ് പ്രൈസോ അതിന്റെ ഇൻകമോ അല്ലെങ്കിൽ അതിന്റെ റെന്റോ വെച്ചിട്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ആ ബിൽഡിംഗ് വിൽക്കാൻ പോകാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന വില അത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അത് റെന്റിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റെന്റ് അതും അതിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻകം, ഇപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ വീട് ഞാൻ റെന്റിന് കൊടുക്കുവാണ്. റെന്റിന് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു റെന്റ് എന്ന് പറഞ്ഞ എമൗണ്ട് ആ ബിൽഡിങ്ങിന്റെ വാല്യൂ ആയിരിക്കും. ഈ നെക്സ്റ്റ് പേർപ്പസ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് വാല്യൂ ചെയ്യാറുണ്ട്? ഒരു പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാറുണ്ട്. ഫസ്റ്റ് തന്നെയാണ് ബൈയിങ് ഓർ സെല്ലിംഗ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി വാങ്ങുവാണെങ്കിലോ വിൽക്കുവാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും? ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഈ നെക്സ്റ്റ് വൺ ആണ് ടാക്സേഷൻ. അപ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ വെൽത്ത് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, മുനിസിപ്പൽ ടാക്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രോപ്പർട്ടിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ്. ഈ നെക്സ്റ്റ് വൺ റെന്റ് ഫിക്സേഷൻ. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂവിന്റെ 6 to 10% ആണ് അതിന്റെ റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഓർത്തോണം, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയുടെ റെന്റ് എന്ന് പറയുന്നത് 6 to 10% ഓഫ് ഇറ്റ്സ് വാല്യുവേഷൻ. നമ്മൾ വാല്യൂ ചെയ്ത് കിട്ടുന്നതിന്റെ 10% ആണ്, അല്ലെങ്കിൽ 6 to 10% ആണ് അതിന്റെ റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി ലോൺ എടുക്കാൻ പോകണം, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ
നമ്മൾ കോട്ട് ചെയ്യുന്ന എമൗണ്ട് ഒന്നും അവർ തരത്തില്ല. നമുക്ക് എത്ര രൂപയാണ് ലോൺ തരേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നത് ബാങ്കിന്റെ ഒരു വാല്യൂവർ വന്ന് നമ്മുടെ പ്രോപ്പർട്ടി കണ്ട് അദ്ദേഹം നിശ്ചയിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. അതിന്റെ ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ലോൺ ആയിട്ട് കിട്ടുന്നത്. അതാണ് ഈ പറയുന്ന പോയിന്റ്, സെക്യൂരിറ്റി ഓഫ് ലോൺ ഓർ മോർട്ടേജസ്. നെക്സ്റ്റ് വൺ, കമ്പൽസറി അക്വിസിഷൻ. കമ്പൽസറി അക്വിസിഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ചില കേസിൽ ഇപ്പൊ നാഷണൽ ഹൈവേ പ്രോജക്ട്സ് വരുവാണ്. ആ ഒരു കേസിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ലാൻഡ് അക്യൂർ ചെയ്യും. ഗവൺമെന്റ് ലാൻഡ് അക്യൂർ ചെയ്താൽ ഗവൺമെന്റ് ആ ലാൻഡിന് ഒരു എമൗണ്ട് നിശ്ചയിക്കും, പൊന്നും വില കൊടുത്ത് മേടിക്കാന്ന് പറയും. അപ്പോൾ അതാണ് കമ്പൽസറി അക്വിസിഷൻ. ലാസ്റ്റ് പറയുന്നതാണ് ഫോർ ഇൻഷുറൻസ്, ബെറ്റർമെന്റ് ചാർജസ്, സ്പെക്യുലേഷൻ എക്സെട്ര. അപ്പോൾ ബാക്കി ഇത് കണക്ക് ഇൻഷുറൻസ്, ഇപ്പൊ പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. 2018 ഫ്ലഡ് വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ പലരും അറിയുന്നത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഇൻഷുർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർട്ടിയുടെ വാല്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, ഗ്രോസ് ഇൻകം. ഈ നമുക്ക് കുറെ ടൈപ്പ് ഇൻകം ഉണ്ട്. ഗ്രോസ് ഇൻകം, നെറ്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഓപ്ഷനിൽ വരുന്ന കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഗ്രോസ് ഇൻകം. അപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട്. ആ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഞാൻ ഒരാൾക്ക് റെന്റിന് കൊടുക്കുവാണ്. 5,000 rupees പെർ മന്ത് ഞാൻ റെന്റിന് കൊടുക്കുവാണ്. അപ്പൊ എനിക്ക് എല്ലാ മാസവും എന്ത് കിട്ടും? 5,000 rupees റെന്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് ഞാൻ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. ഗ്രോസ് ഇൻകം, ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് ഗ്രോസ് ഇൻകം. The total income and includes all receipts from various sources. നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ്, ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ. അപ്പോൾ നെറ്റ് ഇൻകം ഓർ നെറ്റ് റിട്ടേൺ എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് 5,000 rupees ആണ് ഞാൻ കൊടുക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് എനിക്ക് മന്ത്ലി റെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ 5,000 rupees എനിക്ക് സേവിങ് ആയിരിക്കത്തില്ല. ഞാൻ റെന്റിന് കൊടുത്ത ബിൽഡിങ്ങിനകത്ത് ഇയർലി എന്തൊക്കെ വരാം? ഇയർലി മെയിൻ്റനൻസ് വരും. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പെയിന്റിങ്സ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സിനകത്ത് ഡാമേജസ് വരികയാണെങ്കിലോ ഒക്കെ അതിന്റെ ഓണർ ആയിരിക്കും, അതായത് ഞാനായിരിക്കും അതൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും? എനിക്ക് കിട്ടുന്ന ഇൻകം 5,000 rupees പെർ മന്ത് കിട്ടുന്ന ഇൻകത്തിൽ നിന്നായിരിക്കും ഞാൻ അത് ചെലവാക്കുന്നത്. അപ്പോൾ അത് ചെലവാക്കി ബാക്കി കിട്ടുന്ന സേവിങ്സിന് പറയുന്ന പേരാണ് നെറ്റ് ഇൻകം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ഞാൻ ചെലവാക്കുന്ന എമൗണ്ട്സ് അതിനെയാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ലാൻഡിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടിനെയാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. റിമൈനിങ് സേവിങ് എമൗണ്ട് അതാണ് നെറ്റ് ഇൻകം. നെറ്റ് ഇൻകം. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് ഇൻകം ആൻഡ് നെറ്റ് ഇൻകം, അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അപ്പൊ ഗ്രോസ് ഇൻകം എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട്, നമുക്ക് കിട്ടുന്ന ടോട്ടൽ റവന്യൂ ആണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന ടോട്ടൽ എമൗണ്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും? ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കും, റിപ്പയർ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ചെലവാക്കുന്ന എമൗണ്ടിനെയാണ് ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം മൈനസ് ഔട്ട് ഗോയിങ്സ്. ഇനി ഔട്ട് ഗോയിങ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എക്സ്പെൻസസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി ഇൻക്വേർഡ് ടു മെയിൻറ്റെയിൻ ദ റവന്യൂ ഓഫ് ദ ബിൽഡിംഗ്. ദ വേരിയസ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ്. ഇനി വേരിയസ് ടൈപ്പ് ഓഫ് ഔട്ട് ഗോയിങ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസിന് ചിലപ്പോൾ ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഔട്ട് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഔട്ട് ഗോയിങ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ടാക്സസ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ ടാക്സ് പേ ചെയ്യുന്നത് അതിന്റെ ഓണറാണ്, അല്ലാതെ അത് റെന്റിന് കൊടുത്ത ആളല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കിട്ടുന്ന 5,000 rupees പെർ മന്ത് ഇൻകത്തിൽ നിന്നാണ് ഞാൻ ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ടാക്സസ്. സെക്കൻഡ് വൺ, റിപ്പയർ വർക്ക്. ഈ റിപ്പയർ വർക്കിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കണം. 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം, 10 to 15% ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ആണ് റിപ്പയർ വർക്കിന് അലൗഡ് ആയിട്ടുള്ളത്. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ആ ബിൽഡിങ്ങിൽ നിന്ന് വലിയ ഇൻകം അല്ല, ആ ബിൽഡിംഗ് നമ്മൾ കൊണ്ടു നടക്കുന്നതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഉണ്ടില്ല, അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ എക്സാമിന് ചോദിക്കാറുള്ളതാണ് റിപ്പയർ വർക്കിന് എത്ര പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഇൻകം ആണ് എടുക്കുന്നത്. അപ്പം യൂഷ്വലി
10 to 15% of gross income or gross rent is allowed for repairs. Percentage ഓർത്തിരുന്നോണം, 10 to 15% of gross income or gross rent. ഇനി മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ്. അപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണുള്ളത്. അപ്പോൾ ആ ഷോപ്പിംഗ് കോംപ്ലക്സിൽ എന്താണ്, നമ്മൾ ഓരോ ഷോപ്സും ആയിരിക്കും റെന്റിന് കൊടുക്കുന്നത്. ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് വാച്ച്മാൻ ഉണ്ടാവും, സ്വീപ്പേഴ്സ് ഉണ്ടാവും, ഷോപ്പിംഗ് കോംപ്ലക്സ് ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട്. അത് കണക്ക് തന്നെ അവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത് നമ്മൾ റെന്റിന് കൊടുത്ത ആ ഷോപ്പിന്റെ ആൾക്കാരായിരിക്കില്ല, അതിന്റെ ഓണർ ആയിരിക്കും. അപ്പോൾ ആ എക്സ്പെൻസസ് ഒക്കെയാണ് മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസിൽ വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് ആൻഡ് കളക്ഷൻ ചാർജസ് അബൌട്ട് 5 to 10% of gross income. Management and collection charges are taken as about 5 to 10% of gross income. നിങ്ങൾക്ക് എക്സാമിന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസിൽ വരുന്നത് 5 to 10% of നെറ്റ് ഇൻകം, 5 to 10% of ഔട്ട് ഗോയിങ്സ്, 5 to 10% of ഗ്രോസ് ഇൻകം, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഈ 5 to 10% പഠിച്ചു വെച്ചിരിക്കും. അത് ഗ്രോസ് ഇൻകത്തിൽ നിന്നാണോ, നെറ്റ് ഇൻകത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ ബുക്ക് വാല്യൂ നിന്നാണോ, മാർക്കറ്റ് വാല്യൂ നിന്നാണോ ഒന്നും നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കത്തില്ല. അപ്പൊ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. റിപ്പയർ വർക്ക് 10 to 15% of ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. മാനേജ്മെന്റ് ചാർജസ് 5 to 10% of ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ്. കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം. സോ നെക്സ്റ്റ്, സിങ്കിങ് ഫണ്ട്. ഇപ്പോൾ സിങ്കിങ് ഫണ്ട് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 20 lakh rupees ആണ് എനിക്ക് ചെലവായത്. 20 lakh rupees. അപ്പോൾ ഈ ബിൽഡിങ്ങിന് ലൈഫ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ലൈഫ് എന്ന് പറയുന്നത് 20 years ആണ്. അപ്പോൾ 20 years ലൈഫുള്ള ഒരു ബിൽഡിങ് 20 lakh rupeesന് ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഇപ്പൊ 20 years കഴിയുമ്പോൾ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ. ആ ഒരു രീതിക്കാണ് ആ 20 ലക്ഷം രൂപ മുടക്കി ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഓണർക്ക് 20 വർഷം കഴിയുമ്പോൾ, 20 ലക്ഷം രൂപയാണ് അത് ചെലവാക്കിയിരിക്കുന്നത്, 20 വർഷത്തേക്കാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 വർഷം കഴിയുമ്പോൾ അതിന്റെ ഓണർക്ക് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെലവാക്കിയ 20 lakh rupeesഉം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് ഓരോ വർഷവും ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ 20 ലക്ഷം രൂപ 20 വർഷത്തിന് ശേഷം കിട്ടണമെങ്കിൽ ഓരോ വർഷം എന്ത് ചെയ്യും, 1 lakh rupees വെച്ച് അദ്ദേഹം സേവ് ചെയ്ത് വെക്കും. അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന എമൗണ്ട് ആണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോ സിങ്കിങ് ഫണ്ടും ഒരു ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ നമുക്ക് കിട്ടണം. അതിനു വേണ്ടി ഓരോ വർഷവും കുറച്ച് എമൗണ്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിന് പറയുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. എ സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്രോസ് ഇൻകം ഓർ ഗ്രോസ് റെന്റ് ഇസ് സെറ്റ് aside annually as sinking fund to accumulate the total cost of construction when the life of building is over. അപ്പോൾ ഇവിടെയും നിങ്ങൾ ഓർത്തിരിക്കണം, എ സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്രോസ് ഇൻകം ആണ് നമ്മൾ മാറ്റി വെക്കുന്നത്, അല്ലാതെ നെറ്റ് ഇൻകം അല്ല. അതൊക്കെ എക്സാമിന് അവിടെ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. എ സർട്ടൺ എമൗണ്ട് ഓഫ് ഗ്രോസ് ഇൻകം ഇസ് സെറ്റ് ആനുവലി. അതർ ചാർജസ് മിസ്സലേനിയസിനകത്ത് വരുന്നതാണ് റണ്ണിംഗ് ലിഫ്റ്റ്, പമ്പ് ഫോർ ലൈറ്റിംഗ്, റണ്ണിംഗ് ലിഫ്റ്റ്, പമ്പ് ഫോർ ലൈറ്റിംഗ് കോമൺ പ്ലേസസ് ആൻഡ് അതർ സിമിലർ ചാർജസ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് ഒക്കെ ഒന്ന് ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക. ഒരു പേജിൽ തന്നെ ഇതെല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിപ്പോൾ. അപ്പൊ എക്സാമിന് തലേന്നൊന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക ഈ പോർഷൻസ് ഒക്കെ. ഈ പറയുന്ന പെർസെൻറ്റേജ് എന്തിന്റെയാണ്? ഇപ്പൊ സിങ്കിങ് ഫണ്ട് തന്നെ ഗ്രോസ് ഇൻകത്തിൽ നിന്നാണ് നമ്മളത് റെഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഈ സ്ലൈഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാതെ പോകരുത്. ആ ഇമ്പോർട്ടൻ്റ് ഈ റെഡ് ലൈൻസ് മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പാണ് റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ടായിരുന്നു. ആ വീട് ഒരു 1500 സ്ക്വയർ ഫീറ്റിന് ഒരു വീടുണ്ടായിരുന്നു.
ആ വീട് ഞാൻ ഡിസ്മാൻഡിൽ ചെയ്ത് കളയാൻ പോവാണ്. ഡിസ്മാൻഡിൽ വെച്ചാൽ അതിനകത്ത് ഞാൻ ആ വീട് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ആ വീട് ഡിസ്മാൻഡിൽ ചെയ്യുവാണ്, പൊളിച്ചു മാറ്റുവാണ്. അപ്പോൾ ആ വീട് ഞാൻ പൊളിച്ചു മാറ്റുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ചില സാധനങ്ങൾ എനിക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ എൻ്റെ വീട്ടില് ഡോറും വിൻഡോയും, അതൊക്കെ വുഡൻ ഡോറും വുഡൻ വിൻഡോയും ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതെനിക്ക് വീണ്ടും റീയൂസ് ചെയ്യാം അല്ലെങ്കിൽ റീസെയിൽ ചെയ്യാം. ഇനി എൻ്റെ വീട്ടില് റൂഫ് ടൈൽസ് ആണ്, ഇപ്പൊ ഓട് കൊണ്ടാണ് റൂഫ് ഒക്കെ ചെയ്തിരുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ആ ഓട് എനിക്ക് റീസെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. ദ വാല്യൂ ഓഫ് ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസ്, അത് കറക്റ്റ് ആയിട്ട് പിന്നെ പഠിച്ചോണ്ട് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, സാൽവേജ് വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസ്. ഇനി ഇതാണ്ട് ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് ഈസ് അബൌട്ട് 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് ചോദിച്ചിട്ടുള്ളതാണ് PSC എക്സാമിന്. Scrap value of a building above is about 10% of its total cost of construction. So, scrap value ഓർത്തിരിക്കുക. Scrap value of dismantled materials, it is about 10% of its total cost of construction. നെക്സ്റ്റ് ആണ് സാൽവേജ് വാല്യൂ. എക്സാമിന് നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് സ്ക്രാപ്പും സാൽവേജും. അപ്പൊ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നാൽ മതി. സ്ക്രാപ്പ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എന്താണ് പൊളിച്ചു കളയുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ പൊളിച്ചു മാറുന്ന സാധനമായിരിക്കും സ്ക്രാപ്പ് എന്ന് ഓർത്തിരിക്കുക. ഈ സാൽവേജ് വാല്യൂ എന്ന് വെച്ചാൽ വിത്തൗട്ട് ബീങ് ഡിസ്മാൻറ്റിൽ. ഇപ്പോ നമുക്ക് ബിൽഡിങ്ങിന് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മെഷീൻ പറയാം, അല്ലെങ്കിൽ ഒരു മെഷീൻ. അപ്പോ ആ മെഷീൻ ഒരു 10-15 വർഷത്തേക്കാണ് അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. 15 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ മെഷീൻ വാങ്ങിയത്, ആ പർപ്പസ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ഒരു കാർ എക്സാമ്പിൾ എടുക്കാം. ഇപ്പൊ ഒരു പെട്രോൾ കാർ. ഒരു പെട്രോൾ കാർ വാങ്ങിച്ചത് നമുക്കറിയാം 15 ഇയേഴ്സ് ആയിരിക്കും നമുക്ക് അതുകൊണ്ട് ഓടാൻ പറ്റുള്ളൂ. 15 വർഷം കഴിയുമ്പോൾ ചിലരത് വീണ്ടും യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചിലരത് വീണ്ടും റീസെയിൽ ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഡിസ്പ്ലേക്ക് വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ദ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽ. വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരിയഡ് വിത്തൗട്ട് ബീങ് ഡിസ്മാൻഡിൽ. ഇനി നമുക്ക് യൂഷ്വലി സാൽവേജ് വാല്യൂം സ്ക്രാപ്പ് വാല്യൂം ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് അതിനകത്ത് നിന്ന് കിട്ടും. പക്ഷേ റീഇൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ റൂഫ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, RCC സ്ട്രക്ചേഴ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് RCC സ്ട്രക്ചർ വിൽ ബി നെഗറ്റീവ്. എന്ന് വെച്ചാൽ നമ്മളൊരു കോൺക്രീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് റീയൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ കോൺക്രീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് സിമെന്റും ഫൈൻ അഗ്രിഗേറ്റും ഒന്നും കിട്ടത്തില്ല. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് അത് റീയൂസ് ചെയ്യണമെങ്കിൽ തന്നെ ചെലവാണ്, ഒരുപാട് എമൗണ്ട് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് RCC സ്ട്രക്ചറിന്റെ സ്ക്രാപ്പ് വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറയാൻ കാര്യം. സോ RCC അത് ഓർത്തിരുന്നോണം. അതും എക്സാമിന് PSC എക്സാമിന് ചോദിച്ചതാണ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് ആൻ RCC സ്ട്രക്ചർ ഇസ് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ RCC സ്ട്രക്ചറിന്റെ സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, മാർക്കറ്റ് വാല്യൂ. സോ മാർക്കറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുവാണെങ്കിൽ നമുക്കപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, അതാണ് മാർക്കറ്റ് വാല്യൂ. ദി എമൗണ്ട് വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് അറ്റ് എനി പെർട്ടിക്കുലർ ടൈം ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ഇപ്പോൾ വിൽക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കില്ല, മാർക്കറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് ട്രെൻഡ് അനുസരിച്ചിട്ടായിരിക്കും എനിക്ക് ആ പ്രോപ്പർട്ടിക്ക് ഒരു വാല്യൂ കിട്ടുന്നത്. സോ അത് ചേഞ്ച് ചെയ്യും ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻഡസ്ട്രി, ചേഞ്ച് ഇൻ ഫാഷൻ, മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ. അപ്പൊ നമുക്ക് ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി ഞാൻ ഇപ്പം വിൽക്കുവാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഇറ്റ് വിൽ ചേഞ്ച്. അപ്പോൾ സമയം ഇപ്പൊ നമ്മുടെ ടൈം അനുസരിച്ച് മാർക്കറ്റ് വാല്യൂവിനകത്ത് ചേഞ്ചസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ, ബുക്ക് വാല്യൂ. സോ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഷോൺ ഇൻ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ അലൗവിങ് നെസസറി ഡിപ്രീസിയേഷൻ.
ഇനി എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ബിൽഡിങ്സിനെ ഉണ്ടാകുള്ളൂ, ലാൻഡിന് ഉണ്ടാകില്ല. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 2018 ഒരു വീട് വെച്ചു. 2018 ഇപ്പൊ 2018 ഞാൻ 15 lakhs ചെലവാക്കിയിട്ടാണ് വീട് വെച്ചത്. അപ്പോൾ 2019 ആകുമ്പോൾ എനിക്ക് ഈ ആ വീട് വിൽക്കുവാണെങ്കിൽ 15 lakh rupees കിട്ടത്തില്ല. ബിക്കോസ് എന്ത് സംഭവിക്കും, ആ 2018 കൺസ്ട്രക്ട് ചെയ്ത വീടിനകത്ത് പെയിന്റിങ്സ് ഒക്കെ ഡള്ളായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സിനകത്തൊക്കെ ഡാമേജസ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഈ 2018 കൺസ്ട്രക്ട് ചെയ്ത വീട് ഞാൻ 2030 റീസെയിൽ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 2030 ആകുമ്പോഴേക്ക് എന്താവും, ഇതിന്റെ പെയിന്റിങ്സ് ഫെയ്ഡ് ആയിട്ടുണ്ടാവും. അത് കണക്ക് തന്നെ ചിലപ്പോ പ്ലാസ്റ്ററിങ്ങിനകത്ത് ഡാമേജസ് വന്നിട്ടുണ്ടാവും, ഇലക്ട്രിക്കൽ വയറിങ്സിൽ ഡാമേജസ് വന്നിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കും, അതിന്റെ കുറെ സാധനങ്ങൾക്കൊക്കെ ഡാമേജസ് വരും. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ഒറിജിനൽ കോസ്റ്റ് 15 lakh rupees കുറെ എമൗണ്ട് അതുകൊണ്ട് ഡിക്രീസ് ആവും. അതാണ് ഡിപ്രീസിയേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ദ ഇയർ പ്രോഗ്രസസ് നമുക്ക് അതിനു വേണ്ടി ചെലവാക്കി എമൗണ്ട് കിട്ടത്തില്ല. ഒരു സർട്ടൺ പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രീസിയേഷൻ നമുക്ക് ബിൽഡിങ്ങിലേ ഉണ്ടാകത്തുള്ളൂ, നമുക്ക് ലാൻഡിന് ഇങ്ങനെ ഡിപ്രീസിയേഷൻ വരത്തില്ല. ഇനി ഡിപ്രീസിയേഷൻ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഒരു കോമൺ ആയിട്ട് ഓരോ വർഷം ഇത്ര എമൗണ്ട് വെച്ച് ഡിപ്രീസിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഡിപ്രീസിയേഷന് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഓർത്തിരിക്കുക, ഓരോ വർഷം കഴിയും തോറും നമുക്ക് ആ ബിൽഡിങ്ങിന് നമ്മൾ എത്ര രൂപയാണോ ചെലവാക്കിയത് ആ എമൗണ്ട് കിട്ടത്തില്ല, കുറച്ച് എമൗണ്ട് കുറച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ കാണിക്കുന്ന എമൗണ്ട് ആണ് ആഫ്റ്റർ അലൗവിങ് നെസസറി ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഒറിജിനൽ കോസ്റ്റ് മൈനസ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ. അപ്പോൾ ഇതിനകത്ത് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ എന്നുള്ളത് ഓർത്തിരിക്കണം. അത് ഒരു തവണ PSC എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ അതിനകത്ത് ഓപ്ഷനകത്ത് ബുക്ക് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി അറ്റ് എ പെർട്ടിക്കുലർ ഇയർ ഈസ് ഒറിജിനൽ കോസ്റ്റ് മൈനസ്, ഓപ്ഷനകത്ത് ഫസ്റ്റ് കൊടുത്തത് ഡിപ്രീസിയേഷൻ പ്രസന്റ് ടൈം, ഡിപ്രീസിയേഷൻ 2 years ബാക്ക്, അങ്ങനെയൊക്കെയായിരുന്നു ഓപ്ഷൻസ് വന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ, ഫസ്റ്റ് ഓപ്ഷൻ മിക്കവാറും ഡിപ്രീസിയേഷൻ അപ് ടു പ്രസന്റ് ഇയർ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ. അത് ഓർത്തിരുന്നോണം, എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ. ഇനി റേറ്റബിൾ വാല്യൂ. അപ്പോൾ റേറ്റബിൾ വാല്യൂ എന്ന് വെച്ചാൽ നെറ്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി after deducting the amount of yearly repairs from the gross income. After deducting the amount of yearly repairs from the gross income. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം. നെറ്റ് ഇൻകം അല്ല, ഗ്രോസ് ഇൻകം ആണ്. ഡിഡക്ടിങ് ദി എമൗണ്ട് ഓഫ് ഇയർലി റിപ്പയേഴ്സ് ആണ് റേറ്റബിൾ വാല്യൂ. നെക്സ്റ്റ് വൺ, അസസ്ഡ് വാല്യൂ. Value of a property in the register of municipality in order to determine the amount of municipal taxes. അപ്പോൾ അതും എക്സാമിന് ചോദിക്കാനുണ്ട്. എന്തിനാണ് അസസ്ഡ് വാല്യൂ? അസസ്ഡ് വാല്യൂ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് മുനിസിപ്പൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ്ഡ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി റെക്കോർഡഡ് ഇൻ ദ രജിസ്റ്റർ ഓഫ് മുനിസിപ്പാലിറ്റി ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് മുനിസിപ്പൽ ടാക്സസ്. അപ്പൊ അത് ഓർത്തിരുന്നോണം, അസസ്ഡ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് മുനിസിപ്പൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഡിസ്ട്രസ്ഡ് വാല്യൂ ഓർ ഫോഴ്സ്ഡ് സെയിൽ വാല്യൂ. ഇനി ഡിസ്ട്രസ് വാല്യൂ എന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു വീടുണ്ട്. ഇപ്പോ ഈ വീട് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് വിൽക്കണം, എനിക്ക് കുറച്ച് കാശിന് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 15 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തത്. ഇപ്പൊ ഇത് 2019 കൺസ്ട്രക്ട് ചെയ്ത വീടാണ്. ഇപ്പൊ 2020 ആയതേ ഉള്ളൂ. 15 lakh rupees 2019 കൺസ്ട്രക്ട് ചെയ്തു. പക്ഷേ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 14 lakh rupees എങ്കിലും എനിക്ക് മിനിമം കിട്ടണം. ഒരു വർഷമായതിലൂടെ കൺസ്ട്രക്ട് ചെയ്തിട്ട്. പക്ഷേ ഇപ്പോ
എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്ന എമൗണ്ട് ഒന്നും അത്രയും വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു 7 lakh 8 lakh റുപ്പീസ് ഒക്കെ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കാശിന് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഈ 7 lakh റുപ്പീസിന് ഈ വീട് വിൽക്കുവാണ്. അതാണ് ഡിസ്ട്രസ് വാല്യൂ എന്ന് പറയുന്നത്. The property is sold at a lower price than market value. അതാണ് ഡിസ്ട്രസ് വാല്യൂ. സോ ഡിസ്ട്രസ് വാല്യൂ നമുക്ക് കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് ഡിസ്ട്രസ് വാല്യൂ വരുന്നത്. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഓഫ് ദ സെല്ലർ, അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ. കോർട്ട് ഡിക്രി എന്ന് വെച്ചാൽ എന്തെങ്കിലും കേസിൽ അകപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. ഇൻസഫിഷ്യന്റ് നോളജ് ഓഫ് ദ സെല്ലർ, അപ്പോൾ പ്രസന്റ് മാർക്കറ്റ് വാല്യൂ അറിയാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ അത് വിൽക്കുന്നത്. Quarrel among partners, and fifth one, panic due to war or riots or civil commotion. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഡിസ്ട്രസ് വാല്യൂ ഓർ ഫോർ സെയിൽ വാല്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. So the property sold at a lower price than market value. Property sold at a lower price than market value. Next one, replacement value. അപ്പോൾ റീപ്ലേസ്മെന്റ് വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിക്ക് ഞാൻ ആ പ്രോപ്പർട്ടി വേറൊരാൾക്ക് എഴുതി കൊടുക്കുവാണ്. അതാണ് റീപ്ലേസ്മെന്റ് വാല്യൂ. സോ ദാണ്ടെ, it is the present value of property thereof if these have to be replaced at current market rates. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി ഒരു പെർട്ടിക്കുലർ എമൗണ്ടിന് ഞാൻ വേറൊരാൾക്ക് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾക്ക് വിൽക്കുവാണ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുവാണ്. അതാണ് റീപ്ലേസ്മെന്റ് വാല്യൂ. റീപ്ലേസ്മെന്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി. പൊട്ടൻഷ്യൽ വാല്യൂ. പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ഈ പ്രോപ്പർട്ടിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ് എനിക്ക് മന്ത്ലി 8,000 റുപ്പീസ് ആണ് ഇതിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്രോപ്പർട്ടിയിൽ ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തുവാണ്. ഫോർ എക്സാമ്പിൾ, ഈ പ്രോപ്പർട്ടിയുടെ ഒരു പോർഷനിൽ ടെർഫ് പോലുള്ള എന്തെങ്കിലും പ്ലേ ഗ്രൗണ്ട്സ് ഞാൻ ഒന്ന് പ്ലേ ഗ്രൗണ്ട്സിന് വേണ്ടി കുറച്ച് പോർഷൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുവാണ്. അപ്പോൾ ഇതൊരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് വേണ്ടിയുള്ള പ്ലോട്ടാണ്. ആ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് എനിക്ക് 8,000 റുപ്പീസ് റെന്റ് കിട്ടുന്നത്. ഇതിന്റെ ഒരു ചെറിയ പോർഷൻ ഞാൻ പ്ലേ ഗ്രൗണ്ട് ഇപ്പൊ ടെർഫ് കൺസ്ട്രക്ട് ചെയ്യണം അങ്ങനെ കൊടുക്കുവാണ്. അപ്പൊ എന്തായി, അവിടെ ഒരു അഡീഷണൽ ഇൻകം എനിക്ക് ജനറേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻകം ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. When a property is capable of fetching more return due to its alternative use or by advantageous planning or by providing some development work, അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാണ് ഒരു പ്രോപ്പർട്ടി എങ്കിൽ അതാണ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. It can be of alternative use or by advantageous planning or due to some development works. Monopoly value. So monopoly value എന്ന് വെച്ചാൽ ഇപ്പോ ഒരു പ്ലോട്ട് ഉണ്ട്. സോ ഈ പ്ലോട്ട് ഒരു നാഷണൽ ഹൈവേയുടെ അടുത്താണ് നിൽക്കുന്നത്. നാഷണൽ ഹൈവേയുടെ അടുത്ത് നിൽക്കുന്നു. ഈ പ്ലോട്ടിന്റെ അടുത്തായിട്ട് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ഇവിടെ ഒരു സ്കൂളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും, ഇതിന് ഒരു ഫാൻസി പ്രൈസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ സാധാരണ മാർക്കറ്റ് വാല്യൂകളുള്ള ഇപ്പം ഒരു സെന്റിന് 1 ലക്ഷം രൂപയാണെങ്കിൽ ഇവിടെ അതിന് ആ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരു സെന്റിന് 5 ലക്ഷം രൂപയൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ 7 ലക്ഷം രൂപയൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് നിയർ ബൈ ഏരിയാസിൽ സെന്റിനുള്ള എമൗണ്ടിനേക്കാളും 3-4 മടങ്ങ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഇത് കണക്ക് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ അടുത്തൊക്കെയാണ് ഒരു പ്ലോട്ട് ഉള്ളതെങ്കിൽ ഒരു ഫാൻസി പ്രൈസ് ആയിരിക്കും അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതിനെയാണ് മോണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. മോണോപ്പൊളി വാല്യൂ. The land is scarce little remaining of for certain properties. So the location, frontage, shape, etc. the owner may determine a fancy price. അപ്പോൾ അങ്ങനെ ഒരു ഫാൻസി പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് മൊണോപ്പൊളി വാല്യൂ. അപ്പോൾ മാർക്കറ്റ് വാല്യൂന്ന് ഒരുപാട് കൂടുതലായിരിക്കും ആ മൊണോപ്പൊളി വാല്യൂ എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആണോ?
ക്ലിയർ ആണ് സർ. ഓക്കെ. Next one, sentimental value. So, either a property is purchased at a higher value than market value due to playing of sentiments in the mind of owner. അപ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പൊ നമുക്ക് സെന്റിന് 1 ലക്ഷം രൂപയാണ് വിലയുള്ളൂ എങ്കിലും ഒരു 1.3 lakhs ഒരാളത് ബൈ ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഓണറിനോടുള്ള സെന്റിമെന്റ്സ് ഒക്കെ വെച്ച് കുറച്ച് കൂടുതൽ എമൗണ്ടിന് നമ്മൾ ആ ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു വീടോ വാങ്ങുവാണെങ്കിൽ അതിന് പറയുന്നതാണ് സെന്റിമെന്റൽ വാല്യൂ. സെന്റിമെന്റൽ വാല്യൂ. Sold or purchased at a higher value than market value due to playing of sentiments in the mind of owner is known as sentimental value. Speculative value. Speculative value എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ ഒരു പ്ലോട്ടാണ്. അപ്പോൾ ഈ പ്ലോട്ടിന് അടുത്തുകൂടി ഒരു നാഷണൽ ഹൈവേ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്യാണ്. നാഷണൽ ഹൈവേ ഇപ്പോൾ ഇല്ല, നാഷണൽ ഹൈവേ പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ്. പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്ലോട്ട് ഉണ്ട്, പക്ഷെ ഈ പ്ലോട്ടിലേക്ക് പോകാനുള്ള വഴിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നുമില്ല. ഒരു നടപ്പാത മാത്രമാണ് ഈ പ്ലോട്ടിലേക്ക് പോകാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ഒരു റൂറൽ ഏരിയ ആണ്. ആ റൂറൽ ഏരിയയുടെ അടുത്തൂടെ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാണ്. നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. അപ്പൊ ആ പ്ലോട്ട് ഇപ്പൊ ആരും യൂസ് ചെയ്യുന്നില്ല, വലിയ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ നാഷണൽ ഹൈവേ പ്രോജക്റ്റ് വരുവാന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെയുള്ള വസ്തുവിന് റേറ്റ് കൂടും. ആ സമയങ്ങളിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇത് കണക്കുള്ള പ്ലോട്ട്, ആരും യൂസ് ചെയ്യാത്ത പ്ലോട്ടൊക്കെ ഒരു ചെറിയ എമൗണ്ടിന് അതൊക്കെ വാങ്ങിച്ചിടും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, അവരവിടെ ഡെവലപ്മെന്റ് വർക്കൊന്നും ചെയ്യത്തില്ല, ആ പ്ലോട്ട് അതേ കണക്കന്നെ ഇട്ടിരിക്കും. കുറെ വർഷം കഴിയുമ്പോൾ നാഷണൽ ഹൈവേ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും, ഈ പ്ലോട്ടിന് വില ഒരുപാട് കൂടും. ആ സമയത്ത് ഇവരതങ്ങ് ഹാൻഡ് അല്ലെങ്കിൽ ഈ പ്ലോട്ട് വിൽക്കും. അതാണ് സ്പെക്യുലേറ്റീവ് വാല്യൂ. അപ്പൊ അങ്ങനെ വസ്തു മേടിച്ചിരുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് സ്പെക്യുലേറ്റേഴ്സ്. So speculators purchase properties at a lower price as far as possible, as known as speculative value, and then sell it again at a profit at a shorter duration without spending any further amount towards its development. Appo example ആണ് construction of a national highway project in underdeveloped area will cause a rise in value. For speculative value, speculator അതൊക്കെ ഓർത്തിരുന്നോണം. Next one, accommodation value. So accommodation value എന്ന് വെച്ചാൽ, സോ ഇതൊരു സിറ്റിയാണ്. അപ്പൊ നമുക്കറിയാം സിറ്റി എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ് അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ വന്ന് സിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സിറ്റിയുടെ ഇപ്പോൾ ഇത്രയും ഡെവലപ്പായി നിൽക്കുന്ന സിറ്റിയാണ്, ഇതിന് അടുത്തായിട്ട് ഒരു ഫീൽഡ് ഉണ്ട്, അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ സിറ്റി ഡെവലപ്പായി വരുന്നത് കൊണ്ട് ഇപ്പോൾ സിറ്റിയിൽ നമുക്കിപ്പോ എന്താണ് ഷോപ്പിംഗ് കോംപ്ലക്സും റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ്സും മോൾസും ഒക്കെ കൊണ്ട് ഇത്രയും ഏരിയ ഫില്ലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫീൽഡും കൂടി സിറ്റിയുടെ ഒരു പാർട്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കേസിൽ എന്താ ചെയ്യേണ്ടത്, ഈ ഫീൽഡ് നമ്മൾ ആ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കും. ഫോർ കൺസ്ട്രക്ടിങ് എ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫോർ കൺസ്ട്രക്ടിങ് എ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ആ സിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി ആ ഫീൽഡ് വിൽക്കും. ആ കേസിൽ ഈ ഫീൽഡിന് കൊടുക്കേണ്ട എമൗണ്ട് ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും. സാധാരണ നമ്മൾ ലാൻഡിന് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും ആ ഫീൽഡ് നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിനോ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് കൺസ്ട്രക്ഷനോ വേണ്ടി എടുക്കുന്നത്. അതിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ വാല്യൂ. അക്കോമഡേഷൻ വാല്യൂ. സോ the price will be more than market value for ordinary land and is known as accommodation value. So usually agricultural land ഒക്കെയാണ് നമ്മൾ accommodation വാല്യൂവിന് വേണ്ടി എടുക്കുന്നത്. നമുക്ക് നാട്ടിൽ തന്നെ അറിയാം, നല്ലൊരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ നിലവെന്നുള്ളതൊക്കെ നമുക്ക് കരഭാഗമായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് അക്കോമഡേഷൻ വാല്യൂ. റിവിഷണറി വാല്യൂ. അപ്പോൾ റിവിഷണറി വാല്യൂ എന്ന് വെച്ചാൽ, സോ എൻ്റെ കയ്യിലൊരു പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടി ഞാൻ എ എന്ന് പറഞ്ഞ ആൾക്ക് ലീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഫോർ 10 years ആണ് അത് ലീസിന് കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ 10 years എന്ത് വരും,
എൻ്റെ കയ്യിലേക്ക് ആ പ്രോപ്പർട്ടി തിരിച്ചു വരും. അപ്പൊ അതാണ് റിവിഷണറി വാല്യൂ. 10 years കഴിയുമ്പോൾ ആ പ്രോപ്പർട്ടി എൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അതാണ് റിവിഷണറി വാല്യൂ. സോ അത് റിവിഷണറി വാല്യൂ അല്ല, അതാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ. ഇനി റിവിഷണറി വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലീസിന് കൊടുക്കുന്ന ആള് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി എനിക്ക് പേ ചെയ്യണമല്ലോ, അതാണ് റിവിഷണറി വാല്യൂ. Present value of an amount deferred for a certain period at a fixed rate of interest is known as revisionary value. Occupation value. So occupation value എന്ന് വെച്ചാൽ ഞാനൊരു പ്രോപ്പർട്ടി ബൈ ചെയ്തു. ഈ പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചത് എനിക്ക് താമസിക്കാൻ വേണ്ടി മാത്രമാണ്. അവിടെ വേറെ ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചു, ആ പ്രോപ്പർട്ടിയിൽ ഞാനൊരു വീട് വെച്ച് എനിക്ക് താമസിക്കാൻ പോവുകയാണ്. അതാണ് occupation value. On a property for occupying of their personal use is known as occupation value. Next one, freehold property. നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ഉണ്ട്, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ അതിന്റെ ഓണർ ആയിരിക്കും ആ പ്രോപ്പർട്ടിയുടെ ഫുൾ അധികാരവും ആ ഒരു ഓണർക്കായിരിക്കും. അതാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ദ ഓണർ ഈസ് ദ അബ്സല്യൂട്ട് പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പൊ ഓണർക്കായിരിക്കും അത് ആ പ്രോപ്പർട്ടിയുടെ മേലുള്ള മുഴുവൻ അധികാരങ്ങൾ. അപ്പൊ ആ ഓണർക്ക് എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പ്രോപ്പർട്ടി വിൽക്കാം, ലീസിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അധികാരമാണ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി. ദ ഓണർ ഈസ് ദ അബ്സല്യൂട്ട് പൊസിഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് പ്രോപ്പർട്ടി രണ്ട് ടൈപ്പാണ് പറയുന്നതും. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്നും പറയും, ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്നും പറയും. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രോപ്പർട്ടി ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക്, എന്റെ പ്രോപ്പർട്ടി ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് വേറൊരാൾക്ക് ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഐദർ ഹി ക്യാൻ ഡു കൾട്ടിവേഷൻ ഓർ ഹി ക്യാൻ കൺസ്ട്രക്ട് എ ബിൽഡിംഗ്. അപ്പോൾ ഏത് പർപ്പസിനാണോ അതിനു വേണ്ടി ഞാൻ എന്റെ ഒരു പ്ലോട്ട് അല്ലെങ്കിൽ എന്റെ ഒരു ബിൽഡിംഗ് ലീസിന് കൊടുക്കുവാണ്. അതാണ് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി. സോ അപ്പോൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ ഒന്ന് രണ്ട് ടേംസ് പഠിച്ചു വെക്കണം. The person who takes the lease is known as lessee or leaseholder, and who grants the lease is known as lessor. അപ്പോൾ ഈ ടേംസ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ who is known as a lessee അല്ലെങ്കിൽ who is known as a lessor എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ the person who takes the lease is known as lessee or leaseholder, and who grants the lease is known as lessor. അപ്പോൾ പ്രോപ്പർട്ടി നമുക്ക് രണ്ട് ടൈപ്പാണ് പറയുന്നത്. ഒന്ന് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയും ഒന്ന് ലീസ് ഹോൾഡ് പ്രോപ്പർട്ടിയും. ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓണർ ആണ് അതിന്റെ അബ്സല്യൂട്ട് അതോറിറ്റി. ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഓണർ ഒരു പെർട്ടിക്കുലർ ഇയറിലേക്ക് വേറൊരാൾക്ക് അത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ആ കൈമാറാൻ ചെയ്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിരിക്കാം, എന്തെങ്കിലും അഗ്രികൾച്ചർ പർപ്പസിനായിരിക്കാം. അങ്ങനെയായിരിക്കും ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി കൊടുക്കുന്നത്. ഈ നെക്സ്റ്റ് വൺ, ബിൽഡിംഗ് ലീസ്. ബിൽഡിംഗ് ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഈ ഒരു പ്ലോട്ടാണ് ഞാൻ ഒരാൾക്ക് ലീസിന് കൊടുത്തത്. പ്ലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ പ്ലോട്ട് മാത്രം ലീസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ലീസിനെടുത്ത ആള് എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഈ ബിൽഡിംഗ് ലീസിന് കൊടുത്ത ആളാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പുള്ളി അതിനകത്ത് ബിസിനസ് ചെയ്യൂ, അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനകത്തുള്ള റൂം ലീസിന് എടുത്ത ആൾ വീണ്ടും അത് റെന്റിന് കൊടുക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലീസ് ആണ് ബിൽഡിംഗ് ലീസ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ യൂസ് ആ ലീസിന് എടുക്കുന്ന ആൾക്കായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതാണ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലീസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപാട് വർഷത്തേക്കുള്ള ലീസ് ആയിരിക്കും. ബിക്കോസ് അത് ലീസിന് എടുക്കുന്ന ആള് അവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, ആ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലീസാണ് ബിൽഡിംഗ് ലീസ് എന്ന് പറയുന്നത്. ബിൽഡിംഗ് ലീസ്. ഇനി നെക്സ്റ്റ് വൺ, ഒക്കുപേഷൻ ലീസ്. സോ ഒക്കുപേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലീസിന് കൊടുക്കുന്നത് എങ്കിലാണ് ഒക്കുപേഷൻ ലീസ്. ഇപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, ആ ബിൽഡിംഗ് ആണ് ഞാൻ ലീസിന് കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസ്ട്രക്ട് ചെയ്തിട്ട് ലീസിന് കൊടുക്കുവാണ്.
അപ്പോൾ ഇതിനകത്തൊരു 4 കടയുണ്ടെന്ന് വിചാരിക്കുക. ആ 4 കടയും ഞാനൊരു 15 ഇയേഴ്സിന് വേണ്ടിയിട്ട് ലീസിന് കൊടുത്തു. 15 ഇയേഴ്സ് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? ആ കട ഒഴിഞ്ഞു തരണം. അപ്പോൾ അതാണ് ഒക്കുപേഷൻ ലീസ് എന്ന് പറയുന്നത്. ഒക്കുപേഷൻ ലീസ്. annuity, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേം ആണ് annuity. അപ്പോൾ annuity എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരു 80 lakh rupees വേണം. 80 lakh rupees. അപ്പോൾ ഫുൾ 80 lakh rupees എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 80 lakh rupees കിട്ടാനായിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 40 lakh rupees ഉള്ളൂ. ബാക്കി 40 lakh rupees എനിക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണ്, 40 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണ്. ലോൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് റീപേ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിയാണ് ബാങ്കിലേക്ക് റീപേ ചെയ്യുന്നത്. അങ്ങനെ ആ റീപേയ്മെന്റിനെയാണ് annuity എന്ന് പറയുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ദ ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഇപ്പോൾ ബാങ്ക് ആണ് എനിക്ക് 40 ലക്ഷം രൂപ തന്നെ സഹായിച്ചത്. അപ്പോൾ ബാങ്കിലേക്ക് ഞാൻ തിരിച്ചടയ്ക്കുന്ന എമൗണ്ട്, അതാണ് annuity എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ഒരു ഫിക്സഡ് എമൗണ്ട്. 40 lakh rupees ആണെങ്കിൽ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റും ചേർത്ത് ഇതൊരു 35 വർഷം 45 വർഷത്തേക്കോ ഇൻസ്റ്റാൾമെന്റ്സ് EMI ആയിട്ടായിരിക്കണം ഞാൻ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ ആ അടയ്ക്കുന്ന എമൗണ്ടിനെയാണ് annuity എന്ന് പറയുന്നത്. ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട്. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. annuity എന്താണ്? പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ എ പാർട്ടി. ഇനി annuity ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് പറയുന്നതാണ് annuity certain. annuity certain. So annuity certain എന്ന് പറഞ്ഞാൽ paid for a definite number period or year is known as annuity certain. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഒരു നിശ്ചിത വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഇത്ര മാസത്തേക്ക് നമ്മൾ റീപേ ചെയ്യാണ്. അതാണ് annuity certain. annuity certain. ഈ ടേംസ് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം. വെച്ചാൽ നമുക്ക് ഓപ്ഷൻസിൽ വരുമ്പോൾ ഇത് മാറിപ്പോവും. annuity certain. ഈ നെക്സ്റ്റ് ആണ് annuity due. അപ്പോൾ ഒരു വർഷത്തിന്റെ ആരംഭം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ആരംഭത്തിൽ നമ്മൾ ഈ എമൗണ്ട് റീപേ ചെയ്യുകയാണെങ്കിലാണ് annuity due എന്ന് പറയുന്നത്. The amount of annuity paid at the beginning of each period of the year and the payment is continued for a definite period is known as annuity due. എമൗണ്ട് നമ്മൾ റീപേ ചെയ്യുന്നത് ഒരു വർഷത്തിന്റെ ആരംഭത്തിലാണ്. അതിനാണ് annuity due എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിഫേർഡ് annuity. ഡിഫേർഡ് annuity എന്ന് വെച്ചാൽ നമ്മൾ റീപേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ ഇയറിലായിരിക്കും. അതാണ് ഡിഫേർഡ് annuity. So the payment of annuity begins at a future date after a number of years is known as deferred annuity. അപ്പോൾ നമ്മുടെ റീപേയ്മെന്റ് തുടങ്ങുന്നത് ഒരു ഫ്യൂച്ചർ ഇയറിലായിരിക്കും. അതിനെയാണ് ഡിഫേർഡ് annuity എന്ന് പറയുന്നത്. ഡിഫേർഡ് annuity. നെക്സ്റ്റ് വൺ പെർപെച്വൽ annuity. പെർപെച്വൽ annuity എന്ന് വെച്ചാൽ നമ്മൾ റീപേയ്മെന്റ് നമുക്കൊരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഒന്നുമില്ല. It continued for a long time. അതാണ് perpetual annuity. The payment of annuity continued for indefinite period. Payment of annuity continued for indefinite period is known as perpetual annuity. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇല്ല, ഒരുപാട് വർഷത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകുവാണ്. അതാണ് perpetual annuity എന്ന് പറയുന്നത്. So annuity certain, annuity due, deferred annuity and perpetual annuity. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോണം. ഓപ്ഷൻസിൽ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. annuity certain, amount of annuity paid for a definite number of period or years is known as annuity certain. Annuity due, paid at the beginning of each year. Deferred annuity begins at some future date after a number of years. Perpetual annuity, payment continued for indefinite years. So capital cost. Capital cost എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് പ്ലസ് അതിനകത്തൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ കോസ്റ്റ്, ഇതെല്ലാം കൂടി ചേർന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്.
Capital cost is the total cost of construction, including land, or the total amount required to possess the property. Capital cost. So next term ആണ് capitalized value എന്ന് പറയുന്നത്. അപ്പോൾ capitalized value എന്ന് പറഞ്ഞാൽ ഒരു certain amount of money ആണ്. Capitalized value is a certain amount of money ആണ്. അതിൻ്റെ ഇൻട്രസ്റ്റ്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം ഓഫ് ദ പ്രോപ്പർട്ടി ആയിരിക്കും. നെറ്റ് ഇൻകം. So capitalized value of a property is the amount of money whose annual interest at the highest prevailing rate of interest. അപ്പോൾ capitalized value എന്ന് പറഞ്ഞാൽ ഒരു particular amount of money, annual interest, whose annual interest at the highest prevailing rate of interest. ഇതാണ് അത് കൊടുത്തിരിക്കുന്നത്. Annual interest at the highest prevailing rate of interest will be equal to the net income, is equal to net income. അപ്പോൾ net income is equal to capitalized value into rate of interest. അപ്പോൾ rate of interest ആണ് y divided by 100 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നിന്ന് capitalized value എടുത്തിരിക്കുന്നത്. Capitalized value is equal to net income into, ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? 100 divided by y എന്ന് വരും. ആ 100 divided by y ആണ് year purchase എന്ന് കൊടുത്തിരിക്കുന്നത്. 100 divided by y ആണ് year purchase. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? അത് ഒന്നും കൂടി പറയണോ? ഒന്നുകൂടി പറയണം സർ. സോ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഞാൻ ഡെഫിനിഷൻ ആയിട്ട് ഒന്നുകൂടി പറയാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇസ് ദ എമൗണ്ട് ഓഫ് മണി. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇസ് ദ എമൗണ്ട് ഓഫ് മണി whose annual interest at the highest prevailing rate of interest. അപ്പോൾ എൻ്റെ ഒരു എമൗണ്ട് ഓഫ് മണി ഉണ്ട്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ് ഞാൻ y by 100 എന്ന് എഴുതിയിരിക്കുന്നത്. Is the amount of money whose annual interest at the highest prevailing rate of interest is equal to net income. ആ ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണിക്ക് ആ വർഷം കിട്ടുന്ന ഹയസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ നെറ്റ് ഇൻകം ആണ്. അതാണ് ഈ പറയുന്ന ഡെഫിനിഷൻ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇസ് ഈക്വൽ ടു y by 100. y by 100 എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് ഇൻകം. ഇനി അവിടെ നിന്ന് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എഴുതിയിരിക്കുകയാണ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഇസ് ഈക്വൽ ടു നെറ്റ് ഇൻകം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ y. ഈ 100 ഡിവൈഡഡ് ബൈ y ആണ് നമ്മൾ ഇയർ പർച്ചേസിന് എഴുതിയിരിക്കുന്നത്. 100 ഡിവൈഡഡ് ബൈ y ആണ് ഇയർ പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇപ്പം മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ സർ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടേം ആണ് ഇയർ പർച്ചേസ്. സോ ഇയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനിഷൻ ആദ്യം പറയാം. Capital sum required to be invested in order to receive a net annual income as annuity of ₹1 at a certain rate of interest. അപ്പോൾ capital sum required to be invested, അപ്പോൾ x എന്ന് പറഞ്ഞൊരു എമൗണ്ട് required to be invested in order to get a net annual income as annuity of ₹1. അപ്പോൾ നമ്മളൊരു എമൗണ്ട് നമ്മൾ ബാങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതിനൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അനുസരിച്ച് എനിക്ക് അതിനകത്തുനിന്ന് ഒരു വർഷം കഴിയുമ്പോൾ ₹1 ലാഭം കിട്ടും. അതാണ് ഇയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഒരു സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഞാൻ ഒരിടത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ₹1 ആയിരിക്കും ലാഭം കിട്ടുന്നത്. ഇപ്പോൾ ₹100 ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് അറ്റ് എ സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ ₹101 ആയിട്ട് കിട്ടും. അതാണ് ഈ പറയുന്ന ഇയർ പർച്ചേസ്. സോ ഇയർ പർച്ചേസ് നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു. ഇയർ പർച്ചേസ് ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ i എന്ന് എഴുതാം. i എന്ന് പറയുന്നത് നമ്മൾ ഡെസിമൽസിൽ എഴുതുന്നേ ഉള്ളൂ.
ഫോർ എക്സാമ്പിൾ 5% ഇൻട്രസ്റ്റ് ആണെങ്കിൽ YP is equal to 100 divided by 5 അല്ലെങ്കിൽ 1 divided by 0.05 is equal to 20. അപ്പോൾ ഇയർ പർച്ചേസ് 20 ആണ്. അപ്പോൾ 20 റുപ്പീസ് നമ്മൾ 5% ഇൻട്രസ്റ്റിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാഭം ₹1 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത് ഇയർ പർച്ചേസ്. മനസ്സിലായോ? അടുത്ത സ്ലൈഡ് എടുക്കാമോ? Okay. സോ ഇനി ഇയർ പർച്ചേസിന് ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സിങ്കിങ് ഫണ്ട് എന്നൊക്കെ പഠിച്ച് ഓർക്കുന്നില്ലേ? സിങ്കിങ് ഫണ്ട് എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും, സോ ദാറ്റ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര രൂപയാണോ ചെലവാക്കിയത് ആ എമൗണ്ട് ആ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ കിട്ടാനായിട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ 20 lakh rupees ആയിരുന്നു ബിൽഡിങ്ങിന്റെ കോസ്റ്റ്. 20 years ആണ് ലൈഫ്. അപ്പോൾ നമ്മൾ 1 lakh rupees ആണ് എല്ലാ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ടു ഗെറ്റ് 20 lakhs ആഫ്റ്റർ 20 years. ഈ നമ്മൾ ഈ പറയുന്ന 1 lakh rupees 20 വർഷത്തേക്ക് സേവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് കിട്ടും? ഈ 1 lakh rupeesന് ഓരോ വർഷം കഴിയുമ്പോഴും സേവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. 1 ലക്ഷം രൂപ നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിനൊരു സർട്ടൺ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ ഇയർ പർച്ചേസിനകത്ത് ഇപ്പോൾ സിങ്കിങ് ഫണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇയർ പർച്ചേസിന്റെ ഇക്വേഷനകത്ത് ഒരു ചേഞ്ച് ഉണ്ട്. സോ അതാണ് YP is equal to 1 divided by IP plus IC. Year purchase is equal to 1 divided by IP plus IC. ഇതിനകത്ത് IP എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എമൗണ്ടിൽ കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. IC എന്ന് വെച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ IP റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് IC കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കണം. ഇക്വേഷൻസ് PSC എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇക്വേഷൻ പഠിക്കാൻ പറയുന്നത്. YP is equal to 1 divided by IP plus IC. അത് IP എന്താണെന്ന് ചോദിക്കാം. IP എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ ഡെസിമൽ. IC എന്താണെന്ന് ചോദിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ചിലപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ് I divided by 1 plus I the whole power n minus 1. Coefficient of sinking fund is equal to I divided by 1 plus I the whole power n minus 1. Here I is the rate of interest on sinking fund in decimal. I rate of interest on sinking fund in decimals. സോ ഈ ഇക്വേഷൻസ് പഠിക്കണം. ഇക്വേഷൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇക്വേഷൻ ആണ്, പഠിക്കണ്ടെന്ന് വിചാരിക്കരുത്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ അത് കണക്ക് തന്നെ സിങ്കിങ് ഫണ്ട് ഇൻക്ലൂഡഡ് ആയിട്ട് സിങ്കിങ് ഫണ്ട് കൂടി കൺസിഡർ ചെയ്ത് ഇയർ പർച്ചേസിന്റെ ഇക്വേഷൻ YCP IP plus IC പഠിക്കണം. ഇക്വേഷൻ ആയതുകൊണ്ട് പഠിക്കാതെ വിടരുത്, പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് സിങ്കിങ് ഫണ്ട്. സോ സിങ്കിങ് ഫണ്ടിന്റെ ഡെഫിനിഷൻ ഒക്കെ നേരത്തെ പറഞ്ഞു. ദി എമൗണ്ട് വിച്ച് ഹാസ് ടു ബി സെറ്റ് aside annually, amount which has to be set aside at fixed interval of time of the gross income, so that at the end of the useful life of the building the fund should accumulate the initial cost of property. അപ്പോൾ ഇവിടെ ഡെഫിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. Annual investment required is equal to total amount of sinking fund into coefficient of annual sinking fund. അപ്പോൾ ഇത് ഒരു തവണ എയുടെ എക്സാമിന് ചോദിച്ചതാണ്. സിങ്കിങ് ഫണ്ടിന്റെ ഇക്വേഷൻ I is equal to S into IC. അതിനകത്ത് I എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർഷവും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് I എന്ന് പറയുന്നത്. IC കോഎഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്, S ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്. ഇനി ഈ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിച്ചത്.
ഈ കോയിഫിഷ്യന്റ് ഓഫ് സിങ്കിങ് ഫണ്ടിന്റെ വാല്യൂ കൂടി കൊടുത്തിട്ടാണ് അവിടെ എക്സാമിന് ചോദിച്ചത്. ആ ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. I is equal to S into IC, coefficient of sinking fund. ഇനി IC യുടെ അടുത്ത് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ annual investment required is equal to S into I divided by 1 plus I the whole power n minus 1. I is equal to S into I divided by 1 plus I the whole power n minus 1. അതിനകത്ത് S എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സിങ്കിങ് ഫണ്ട്, സ്മോൾ I എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡെസിമൽ, സ്മോൾ n എന്ന് പറഞ്ഞാൽ number of years required to accumulate the sinking fund. അപ്പോൾ S stands for total amount of sinking fund, small I എന്ന് പറയുന്നത് rate of interest in decimal, and N for number of years required to accumulate the sinking fund. So ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി നമുക്ക് വാല്യുവേഷനകത്ത് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അടുത്തത്. അത് അടുത്ത ക്ലാസ്സിലാണ്, നാളെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതെ സർ, ക്ലിയർ ആണ്. എങ്കിൽ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കാണിക്കാം PSC എക്സാംസിന് ചോദിച്ചത്. അപ്പോൾ ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ചോദിക്കാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച കൂട്ടത്തിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു വാല്യുവേഷനിൽ, അതൊന്ന് കാണിച്ചു തരാം. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാവുമല്ലോ. സോ ഇത് കണ്ടില്ലേ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ബുക്ക് വാല്യൂ, സാൽവേജ് വാല്യൂ, ക്യാപിറ്റൽ വാല്യൂ, ഒബ്സലൻസ് വാല്യൂ. അപ്പോൾ സാധാരണ സാൽവേജ് വാല്യൂ വന്ന് തൊട്ടടുത്ത് തന്നെ സ്ക്രാപ്പ് വാല്യൂ എന്ന ഓപ്ഷൻ വരുന്നതാണ്, പക്ഷേ ഇവിടെ അത് കൊടുത്തില്ല. ബുക്ക് വാല്യൂ, സാൽവേജ് വാല്യൂ, ക്യാപിറ്റൽ വാല്യൂ, ഒബ്സലൻസ് വാല്യൂ. ഒബ്സലൻസ് വാല്യൂ ഒക്കെ നമ്മൾ ഡിപ്രീസിയേഷനകത്താണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ, ബുക്ക് വാല്യൂ. ഇനി ആ ഡിപ്രീസിയേഷൻ അപ് ടു പ്രീവിയസ് ഇയർ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 years ബാക്ക് ആണോ, പ്രസന്റ് ഇയർ ആണോ, അതോ ഇത് ഒരു ഫിക്സഡ് ഇയർ കഴിഞ്ഞിട്ടാണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ വെച്ചില്ലെന്നാ തോന്നുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ് ടു പ്രീവിയസ് ഇയർ. ഇപ്പൊ 2020 ഞാൻ ബുക്ക് വാല്യൂ എടുക്കുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത് 2019 ഡിസംബർ വരെയാണ് ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത്. So next question, the scrap value of a building may be about dash of its total cost of construction. For scrap value, 10% of its total cost of construction. Scrap value 10% of its total cost of construction. ഇങ്ങനെ പെർസെൻറ്റേജ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ആകാറുണ്ട്. എല്ലാം 10-ന് അടുത്തുള്ള പെർസെൻറ്റേജസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. നമുക്ക് നന്നായിട്ട് അറിയുന്ന ആൻസർ ആയിരിക്കും പലപ്പോഴും എക്സാമിന് തെറ്റിക്കുന്നത്. The percentage of mortar usually required for brick masonry, 33%.
dash depends on the amount of depreciation allowed per year. So book value ന്റെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Book value depends on the amount of depreciation allowed per year. അപ്പോൾ dash depends on the amount of depreciation allowed per year. Book value depends on the amount of depreciation allowed per year. So ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ. The amount of annual investment of sinking fund may be found out by the formula. അപ്പോൾ ഇതിനകത്ത് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകത്തില്ല. ഇങ്ങനെ തന്നെയാണ്, ഇതേ രീതി തന്നെയാണ് ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് എസ് ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ 1 + i the whole power n - 1. അപ്പോൾ അത് പെട്ടെന്ന് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. എല്ലാം കണ്ടോ, ഇവിടെ ബ്രാക്കറ്റ് ഒക്കെ മാറ്റി നോക്കണം, എന്നാലേ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എസ് ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ 1 + i the whole raised to n - 1. ഓപ്ഷൻ ബി ആണ്. പെട്ടെന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ലാസ്റ്റ് പോർഷൻസ് കണ്ടിന്യൂ ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. സിംഗിങ് ഫണ്ടിന്റെ ഒക്കെ പ്രോബ്ലംസ് വരാറുണ്ടോ സാർ? പ്രോബ്ലംസ് ഒന്നും ഞാൻ പ്രീവിയസ് ഇയറിൽ കണ്ടിട്ടില്ല. ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്. പ്രോബ്ലംസ് ആയിട്ടൊന്നും എ ലെവലിലും ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. പ്രോബ്ലം നമുക്ക് അങ്ങനെ 1 മാർക്കിൽ എഴുതാൻ പറ്റത്തില്ല, കുറച്ച് ലെങ്തി ആയിരിക്കും, കാൽക്കുലേറ്റേഴ്സ് ഒക്കെ വേണ്ടി വരും. അതുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. വേണമെങ്കിൽ ഇയർ പർച്ചേസിന് ഞാൻ കാണിച്ചത് കണക്ക് തന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. റെഫർ ചെയ്ത PSC ക്വസ്റ്റ്യൻസിനകത്തൊന്നും ഇല്ലായിരുന്നു, ചോദിക്കാൻ സാധ്യത ഇല്ല. നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യത ഇല്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ?